കേരളത്തിലെ ഒരു കാലത്തെ ജനങ്ങൾ എന്നും കൂടി നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സമയത്ത് മിമിക്രി രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ അത് VS അച്യുതാനന്ദനായിരുന്നു. കുട്ടികളടക്കം അനുകരിച്ചിരുന്നൊരു നേതാവ് കൂടിയായിരുന്നു ഒരു കാലത്ത് VS അച്യുതാനന്ദൻ. ആ കാലഘട്ടമെല്ലാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതെല്ലാം നർമ്മബോധത്തോടെ ഏറ്റെടുക്കുകയായിരുന്നു ആ കാലത്തെല്ലാം VS അച്യുതാനന്ദൻ എന്നുള്ള നേതാവ്. എന്നാൽ തങ്ങളെ ആ സമയങ്ങളിൽ പോലും തൻ്റെ നിലപാടിനൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ആ നിലപാടിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. പാർട്ടി നിലപാട് സ്വീകരിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ പാർട്ടി തനിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച ഘട്ടങ്ങളിൽ പോലും നിശബ്ദനായി ഇരിക്കുകയായിരുന്നു. എന്നാൽ ആ നിശബ്ദതയ്ക്ക് പിന്നിൽ വലിയൊരു ഗർജനമുണ്ടായിരുന്നു. ആ ഗർജനത്തിൻ്റെ അലയൊലികളൊക്കെ നമ്മൾ കണ്ടതാണ്. 2006 ആ ഓർമ്മകൾ നമ്മൾ വീണ്ടും പുതുക്കുകയാണെങ്കിൽ 2006 അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കേരളത്തിലുണ്ടായ അലയടികൾ നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPIM പ്രവർത്തകർ VS അച്യുതാനന്ദനെതിരെ VSന് വേണ്ടി പാർട്ടി തീരുമാനത്തിനെതിരെ ഒന്നിച്ച് അണിചേർന്ന് മുദ്രാവാക്യം വിളിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. പിന്നീട് പാർട്ടിക്ക് ആ തീരുമാനം മാറ്റേണ്ടി വന്നു. കാരണം എതിർചേരിയിലുണ്ടായിരുന്നത് VS എന്ന ആ ഒരു വൻമരമായിരുന്നു. VSന്റെ ആ ഒരു നിശബ്ദത വല്ലാതെ പേടിപ്പിച്ചിരുന്നു. ഓരോ കാലഘട്ടത്തിലും പാർട്ടിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് തന്നെയായിരുന്നു VS അച്യുതാനന്ദനെ കണ്ടിരുന്നത്. കാരണം പാർട്ടി എത്രത്തോളം കടുത്ത നിലപാടെടുത്താലും അല്ലെങ്കിൽ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി നിരവധി നിലപാടുകൾ ജനങ്ങൾക്ക് വേണ്ടിയല്ല ഈ നിലപാട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ എതിർക്കുമായിരുന്നു. ആ മനുഷ്യൻ അതിനെ എതിർത്ത്. ചേർത്തലയിൽ നിന്നും അജിതയാണ് നമ്മളോടൊപ്പം തത്സമയം ചേരുന്നത്. നമസ്കാരം ശ്രീ അജിത. താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ, ആലപ്പുഴക്കാരിയാണ്, അതുകൊണ്ട് തന്നെ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു ജനനായകനായ VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? അതെ, എനിക്ക് ഓർക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. എൻ്റെ അച്ഛനും സഖാ VK രാഘവന്റെ മോളാണ് ഞാൻ. അച്ഛനും അച്ഛമാമ എന്ന് ഞങ്ങൾ വിളിച്ചു പോരുന്നു. എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടില്ല. അമ്മ പറഞ്ഞ കഥകൾ. തീർച്ചയായും താങ്കൾ ഒരു പാർട്ടി കുടുംബമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ഓർമ്മകൾ താങ്കൾക്ക് പങ്കുവയ്ക്കാനുള്ളത്? അതെ, ഞങ്ങളൊക്കെ വളർന്നു വന്നത് അച്ഛമാവനും ഗൗരിയമ്മയും എല്ലാവരും പറഞ്ഞു തന്ന കഥകളാണ്. ഞാനും ചെറുതില് പാർട്ടി പ്രവർത്തനത്തിലൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ പേര് തന്നെ അജിതയെന്ന് വിളിക്കണമെന്ന് ഗൗരിയമ്മയുടെ ഒരു ആഗ്രഹപ്രകാരമാണ് എൻ്റെ അച്ഛൻ എനിക്ക് അജിതയെന്ന് പേരിട്ടത്. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ തൊട്ട് ടിവിയുടെ മുമ്പിൽ ഇരുന്ന് കാണുകയാണ്. കാരണം എല്ലാവരും 35 വർഷത്തിന് മുമ്പ് എൻ്റെ അച്ഛൻ മരിച്ച്. സഖാവ് VK രാഘവൻ. ഇന്നും കടക്കരപ്പള്ളിയിൽ അച്ഛനൊരു ഓർമ്മ തന്നെ. കാരണം അച്ഛന് കുറെ ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇന്നും എല്ലാ പുന്നപ്രവയിലാർ സമരത്തിനും അച്ഛനെ സ്മരിക്കുന്നു. എനിക്ക് ഒന്ന് വന്ന് അച്ഛനെ കാണണമെന്നുണ്ട്. പക്ഷെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവിടെ വരാൻ പറ്റുന്നില്ല. എന്നെ എല്ലാവരും വിളിച്ച് അവിടെ പോകാനായിട്ട്. എനിക്ക് ഇങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. വളരെയധികം നന്ദി ശ്രീമതി അജിത. ഇപ്പോൾ നമ്മളോടൊപ്പം കോഴിക്കോട് നിന്നും ഭാസ്കരൻ ചേരുന്നു. നമസ്കാരം ശ്രീ ഭാസ്കരൻ. താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? ഏറ്റവും നല്ലൊരു ഉത്തമനായ നേതാവായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതായത് VSനെ വളർത്തിക്കൊണ്ടുവന്നു. DS വളർന്നു, പാർട്ടിയും വളർന്നു. ജനങ്ങളോടൊപ്പം വളർന്ന ആളാണ് VS.
ജീവിച്ചിരിക്കുന്ന കാലത്ത് വിഎസിനെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പല രീതിയിൽ ആക്രമിച്ച മാധ്യമങ്ങൾ, ഭൂഷണ മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങളും രൂക്ഷമായ രീതിയിൽ ആക്രമിക്കുകയുണ്ടായി. മകന് വഴിവിട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ആ മാധ്യമങ്ങളുടെ മാപ്പ് പറയാനുള്ള സമയമായിരുന്നു. വിഎസിനോട് മാപ്പ് പറയാനുള്ള സമയമാണ് അത്തരം മാധ്യമങ്ങൾക്ക്. വിഎസ് ഇപ്പൊ കുറെ അവധാനങ്ങൾ വാഴ്ത്തുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയോ മാർക്സിസ്റ്റ് പാർട്ടിയെ പറ്റിയോ ഇടതുപക്ഷ മുന്നണിയെ പറ്റിയോ ആ കാലത്ത് ഭരണം നടന്ന പറ്റിയോ ഇല്ല. എനിക്ക് വേണ്ടത് ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നത്. ഇതൊക്കെ ലക്ഷ്യം എന്താ വെച്ചാൽ ഇടതുപക്ഷ മുന്നണിയെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ആക്രമിച്ച് സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഭൂഷാവർഗത്തിന് വേണ്ടിയിട്ടും ചൂഷകവർഗത്തിന് വേണ്ടിയിട്ടും രാവിലും ഇതാണ് പങ്കുവെക്കാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ ഭാസ്കരൻ. ഇപ്പോൾ നമ്മളോടൊപ്പം പ്രസാദ് കാളിദാസും ചേരുന്നു. കാളിദാസ്, നിലവിൽ അവിടെ നിരവധി ആളുകൾ വന്നു പോകുന്നുണ്ടോ? അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? CPM നേതാക്കളടക്കം ഇപ്പോൾ ഈ ഒരു സമയത്ത് വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും വിഎസിന് പ്രിയപ്പെട്ട നിരവധി നേതാക്കളുണ്ട്. അവരൊക്കെ ഈ ആലപ്പുഴയിലെ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ക്രമീകരണങ്ങളുടെ തിരക്കിലായിരുന്നു ആ നേതാക്കളടക്കം. ഇപ്പോൾ രാവിലെ ആയ സമയത്തും നിരവധി നേതാക്കളടക്കം പ്രവർത്തകരടക്കം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. നേതാവ് G. സുധാകരൻ അല്പസമയത്തിന് മുമ്പാണ് വന്നത്. അദ്ദേഹം രാത്രിയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിഎസിൻ്റെ ഫോട്ടോയ്ക്കടുത്ത് അദ്ദേഹം ഇരിക്കുകയായിരുന്നു. വളരെ നിശബ്ദനായി അദ്ദേഹം ഇരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലൊന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ രാവിലെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്തായാലും ആ ഒരു സങ്കടം തീർച്ചയായും ഉണ്ട്. തങ്ങളെ വിട്ടുപോയിരിക്കുന്നു എന്നുള്ളത് അത് ഉൾക്കൊള്ളാനാവാത്ത വിധം സങ്കടത്തിലാണ് CPM പല നേതാക്കളും എന്നുള്ളതാണ്. ജനങ്ങളും അത്തരത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് കണ്ടു പോകാനായി എത്തിച്ചേർന്നിരിക്കുന്ന ജനങ്ങളാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിലടക്കം ഈ ഒരു മഴയെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് അവർ ഈ ഒരു നീണ്ട നിരയുടെ ഭാഗമായി നിൽക്കുകയാണ്. എപ്പോഴാണ് എത്തുക എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ടെങ്കിലും അവർ അവിടെ തന്നെ ആ നിൽപ്പ് തുടരുന്നു. മൃതദേഹം എത്തിയ ശേഷം കണ്ട ശേഷം മാത്രമേ മടങ്ങൂ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പലരും പറയുന്നുണ്ട് ഈ കാണുക മാത്രമല്ല, അവസാനമായി ഈ ഒരു സംസ്കാര ചടങ്ങ് കൂടി കണ്ടതിന് ശേഷമായിരിക്കും അവർ മടങ്ങുക. തൃശ്ശൂരിൽ നിന്നെത്തിയവരുണ്ട്, കാസർഗോഡ് നിന്നെത്തിയവരുണ്ട്, കണ്ണൂരിൽ നിന്നെത്തിയവരുണ്ട്, കോഴിക്കോട് നിന്നെത്തിയവരുണ്ട്. ഇങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വിലാപയാത്രയ്ക്കൊപ്പം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. അല്ലാതെ തന്നെ ഈ തെക്കൻ ജില്ലകളിൽ നിന്നും എത്തിച്ചേർന്നവരുണ്ട്. ഈ കേരളത്തിന് പുറത്തു നിന്നും എത്തിയവരുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലൂന്നി ഈ വിഎസിനെ പിന്തുടർന്ന, കാലാകാലങ്ങളായി വിഎസിനെ പിന്തുടർന്ന നിരവധി ആളുകൾ കേരളത്തിന് പുറത്തു നിന്ന് പോലും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഎസിൻ്റെ നിര്യാണം അവരെ എത്രത്തോളം ബാധിച്ചു എന്നുള്ളത് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ജനക്കൂട്ടം, ഈ ഒരു നീണ്ട നിര എന്ന് പറയുന്നത് ഇപ്പോൾ കിലോമീറ്ററുകൾ കടന്നിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഇവിടുന്ന് അടുത്താണ് വിഎസിൻ്റെ വീട്. വേലിക്കകത്തെ വീട്ടിലേക്ക് കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കയറുന്നതിന് കുറച്ച് തടസ്സമുണ്ട്. ഈ ഒരു ക്രമീകരണങ്ങളുടെ ഭാഗമായി ഇപ്പോൾ കൃത്യമായ സുരക്ഷാ വീഴ്ച ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി ബാരിക്കേഡ് ഇട്ട് തന്നെ തിരിച്ചിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം ക്രമീകരിച്ച പോലെ 9 മണിയോടെയാണ് ഇവിടുത്തെ ഈ ഒരു പൊതുദർശനം ആരംഭിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം 10 മണിക്ക് ഡിസ്ട്രിക്ട് കമ്മിറ്റി ഓഫീസിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകുമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. എന്തായാലും അത് രാത്രി 9 മണിയോടെ മൃതദേഹം എത്തിയാൽ മാത്രമേ ആ ഒരു ക്രമീകരണങ്ങൾക്ക് അർത്ഥമുള്ളൂ എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കാഴ്ച, നമ്മൾ ഈ ഒരു വിലാപയാത്രയുടെ കാഴ്ചകളെല്ലാം നമ്മൾ നീലെ മുദ്രാവാക്യം വിളികളുമായി അവർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ജനങ്ങൾ, പ്രവർത്തകരൊക്കെ ഈ വിഎസിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നും ഈ ഒരു മുദ്രാവാക്യം വിളികളിൽ ആവേശം കൊണ്ടിരുന്നു VS അച്യുതാനന്ദൻ. ആ ആവേശത്തിലാണ് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പോരാടിയത്. അല്ലെങ്കിൽ ഒന്ന് തളർന്നെന്ന് തോന്നിയാൽ പോലും ഈ മുദ്രാവാക്യം വിളികൾ അദ്ദേഹത്തിനൊരു ലഹരിയായിരുന്നു. ഈ മുദ്രാവാക്യം വിളികളായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ശക്തി എന്നുള്ളതും കൂടിയുണ്ട്. ഈ മുദ്രാവാക്യം വിളികൾ എന്ന് പറയുന്നത് തന്നെ അത്രത്തോളം
ജനങ്ങളുടേതാണ് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമരങ്ങൾ പോലും അത്തരത്തിൽ തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ആ സമരങ്ങളിൽ നിന്നും ആ സമര പോരാട്ടങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടതും അതൊക്കെ തന്നെയാണ്. ജനങ്ങൾക്ക് വേണ്ടി എത്രത്തോളം നിലകൊണ്ടിരുന്നു ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലാക്കുകയാണ് നമ്മൾ ഈ ഒരു ദൃശ്യങ്ങളിലൂടെ, ഈ ജനക്കൂട്ടങ്ങളിലൂടെ, ഈ ജനബാഹുല്യത്തെ നോക്കിക്കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ ഒരു വലിയ സത്യം എന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ കേരളത്തിലാരായിരുന്നു എന്നുള്ള ചില യാഥാർത്ഥ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ എത്തുമെന്നുള്ളതും കൂടിയുണ്ട്. ആലപ്പുഴ ജില്ലയിലേക്ക് എത്തിയിരിക്കുന്നു. കായംകുളം കടന്ന് മുന്നോട്ട് വരികയാണ് ആ ഒരു വിലാപയാത്ര. ഈ ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ പോലും VSന്റെ ജന്മനാടായ ആലപ്പുഴയിലേക്ക്, സമരങ്ങൾ ഒരുപാട് കണ്ട ആലപ്പുഴയിലേക്ക്, പുന്നപ്ര വയലാർ നടന്ന ആലപ്പുഴയിലേക്ക്, പുന്നപ്ര വയലാർ പോരാളികൾ ഉറങ്ങുന്ന ആ മണ്ണിലേക്ക് VSഉം അല്പസമയത്തിനുള്ളിൽ മടങ്ങും. ഈ പൊതുദർശനത്തിന് ശേഷം, വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ഡിസ്ട്രിക്ട് കമ്മിറ്റി ഓഫീസിലാണ് പൊതുദർശനം. അതിനുശേഷം ബീച്ച് റീക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ട്. ഈ 3 സ്ഥലങ്ങളിലും ക്രമീകരണങ്ങൾ സജ്ജമാണ്. എത്ര വേണമെങ്കിലും ജനങ്ങൾക്ക് എത്തി കണ്ടിട്ട് മടങ്ങാം എന്നുള്ളതാണ് പ്രവർത്തകരടക്കം അറിയിച്ചിരിക്കുന്നത്. നേതാക്കളും എത്തിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം രാത്രിയോടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ഈ ഒരു സംസ്കാര ചടങ്ങിൻ്റെ ഭാഗമാകാൻ. നമുക്കറിയാം, രാഷ്ട്രീയ കേരളത്തിലെ നടന്നിട്ടുള്ള മാറ്റൊലികൾ ഒക്കെ നമ്മൾ വീക്ഷിച്ചിട്ടുള്ളതാണ്. എത്രത്തോളം വിഭാഗീയത കൊടികുത്തി വാണിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ വിഭാഗീയതയ്ക്കൊക്കെ VS അച്യുതാനന്ദൻ എന്ന മനുഷ്യൻ മറുപടി പറഞ്ഞത് എത്തരത്തിലായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. വിഭാഗീയതയെ അട്ടിമറിച്ച നീക്കങ്ങൾ, അട്ടിമറിച്ച സംസ്ഥാന സമ്മേളനങ്ങൾ, VSന്റെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടങ്ങൾ, കരുനീക്കങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒരു കാലത്ത് VS പിണറായി ചേരികൾ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ VS ഒക്കെ എത്രത്തോളം മനോഹരമായാണ് പ്രതികരിച്ചത്, അല്ലെങ്കിൽ എത്രത്തോളം ഏത് രീതിയിലാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് എതിരാളികളെ മലർത്തിയടിക്കുന്നതടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഈ നിര്യാണത്തോടു കൂടി നമ്മൾ ഇടയ്ക്കിടെ ഓർക്കുന്ന ആ വാക്കുകൾ നമ്മൾ വീണ്ടും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം 87-ാം വയസ്സിൽ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ, അല്ലെങ്കിൽ ഒരു 87-കാരനെയാണോ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയായി വേണ്ടത് എന്നുള്ള ആ ഒരു പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു ചോദ്യം, അല്ലെങ്കിൽ അന്നത്തെ കോൺഗ്രസിൻ്റെ ആ ഒരു ചോദ്യത്തെ അദ്ദേഹം നേരിട്ടത് ഒരൊറ്റ വാചകത്തിലൂടെയായിരുന്നു. ആ വാചകത്തിൽ മലർന്നു വീണു. അല്ലെങ്കിൽ ആ വാചകം തന്നെ മതിയായിരുന്നു ഒരു പാർട്ടിയെ താഴെയിറക്കാൻ, അല്ലെങ്കിൽ ഒരു പാർട്ടിയെ അടിച്ചമർത്താൻ എന്നുള്ളതൊക്കെ നമ്മൾ അറിയാതെ ഓർത്തു പോകുന്നു. ആ വാക്കുകൾ, മൂർച്ചയേറിയ വാക്കുകൾ വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കുകയാണ്. ഒരു 87-കാരനാണ് അന്ന് ഒരു വാക്ക് പറഞ്ഞത്. ഒരു 40-കാരനോടാണ് ആ മറുപടി പറഞ്ഞത് എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ ഈ ഒരു പോലും നമ്മൾ ഓർത്തു പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഈ ഒരു ജനങ്ങളെ തന്നെ നോക്കിയാൽ കാണാം, അവർ അക്ഷമരായി തന്നെ കാത്തിരിക്കുന്നു. മഴയൊന്ന് കുറഞ്ഞിരിക്കുന്നു, മഴ എന്നാലും ഉണ്ട്. പക്ഷേ മഴയെയും അവഗണിച്ചുകൊണ്ടാണ് ഈ ജനങ്ങളടക്കം കാത്തു നിൽക്കുന്നത് VSനെ ഒരു നോക്ക് കാണാൻ. ദീപ്തി. തീർച്ചയായും കാളിദാസ്, നമുക്ക് VSനെ ഓർത്തെടുക്കുമ്പോൾ പോലും നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, നിലപാടുകളിൽ ഉറച്ചു നിന്ന ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ തൻ്റെ നിലപാടുകൾ ആരുടെ മുന്നിലും പറയാൻ, അല്ലെങ്കിൽ അത് ആരുടെ മുന്നിലും ശക്തമായി തന്നെ പറയാൻ ഒരു മടിയില്ലാത്ത ഒരു നേതാവായിരുന്നു. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി മുന്നിട്ട് നിന്ന, അല്ലെങ്കിൽ തന്നെ ആ ഒരു ആവശ്യങ്ങൾക്കായി തന്നെ നിലപാടുകൾ പറഞ്ഞിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ പലതവണ പാർട്ടി അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു നേതാവാണ്. അത്തരത്തിൽ VSനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്?
കാളിദാസ്, നമുക്കറിയാം VS അച്യുതാനന്ദൻ നിലപാടുകളിൽ ഉറച്ചു നിന്ന ഒരു നേതാവാണ്. തൻ്റെ നിലപാടുകൾ ആരുടെ മുന്നിലും ശക്തമായി തന്നെ പറയുവാൻ ശേഷിയുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പലതവണ പാർട്ടി അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു നേതാവാണ് VS അച്യുതാനന്ദൻ. ഈ ഒരു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഏതൊരു അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളൊരു ഭയം പോലുമില്ലാതെ ഏത് സമയവും തൻ്റെ നിലപാടുകൾ ശക്തമായി തന്നെ ആരുടെ മുന്നിലും പറയാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാൻ ശേഷിയുള്ള ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. ആ ഒരു തരത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ എന്തൊക്കെയാണ്? ഇത് തീർച്ചയായും ആ നിലപാടുകളായിരുന്നു VS അച്യുതാനന്ദൻ എന്ന മനുഷ്യനെ വ്യത്യസ്തനാക്കിയിരുന്നത്. അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ പോലും തൻ്റെ നിലപാട് പറയാൻ VS അച്യുതാനന്ദൻ എന്ന മനുഷ്യനൊട്ടും മടിച്ചിരുന്നില്ല. പാർട്ടിയുടെ പല തീരുമാനങ്ങൾ തെറ്റാണെന്ന് പറയാൻ പോലും അദ്ദേഹം മടിച്ചിരുന്നില്ല. കാരണം പാർട്ടിയുടെ വളർച്ച എല്ലാത്തിനും വലുത് ജനങ്ങളായിരുന്നു, അല്ലെങ്കിൽ എല്ലാത്തിനും വലുത് ജനങ്ങളാണ് എന്നുള്ളതാണ് എപ്പോഴും VS പറഞ്ഞുകൊണ്ടിരുന്നത്. ചേട്ടാ, ആലപ്പുഴയാണ്? അല്ല, ഞങ്ങൾ കോട്ടയം ജില്ലയാണ്. കോട്ടയത്ത് നിന്ന് വരികയാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു 12 ഇവിടെ നിന്ന് വന്നു. ഇപ്പോൾ ഒരു 2 മണിയായപ്പോൾ ഇവിടെ വന്നത്. അവിടെ മുതൽ 12 ഇവിടെ നിൽക്കുക കാണാൻ വേണ്ടിയിട്ട്. സംസ്കാര ചടങ്ങ് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. കോട്ടയത്തുനിന്നും എത്തിയതാണ്. അങ്ങനെ CPM പ്രവർത്തകരടക്കം, അല്ലെങ്കിൽ CPM ഏതര പ്രവർത്തകരടക്കം, രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മഴയുള്ള ഈ ഒരു സമയത്ത് പോലും ആളുകൾ നിരവധി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ചേട്ടാ, ഞങ്ങൾ പാലക്കാട് നിന്ന് വരുന്നു. രാത്രി 10 മണിക്ക് വന്നു. 10 മണിക്ക് എത്തിയതാണ്. അപ്പം സംസ്കാര ചടങ്ങ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് അങ്ങ് പോകണുള്ളൂ. എങ്ങനെയാണ് VSനെ VSന് അയാൾ അതൊരു നേതാവ് തന്നെ, അതിനൊരു മാറ്റമില്ല. നല്ലൊരു മനുഷ്യൻ. എപ്പോഴും VS പറഞ്ഞാൽ നമുക്ക് വലിയ ഇതാണ്, പ്രവർത്തനത്തിന് എല്ലാ കാര്യത്തിലും ശരിയാണ്. ചേട്ടന്റെ ഒരു പ്രായം അനുസരിച്ച് എന്തായാലും ആ ഒരു VSന്റെ ചെറുപ്പകാലം ഒക്കെ നല്ല അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഓർമ്മയിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പാലക്കാട് നിന്ന് മെനക്കെട്ട് വന്നത്. മലമ്പുഴ തട്ടകമായിരുന്നു അയാളുടെ തട്ടകമായിരുന്നു, അവിടെയാണ് വന്നത്. CPM പ്രവർത്തകനാണ്. അതെ. CPM പ്രവർത്തകരെക്കാൾ ഉപരി മറ്റ് പാർട്ടികളിൽ നിന്ന് പോലും VSന് പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു, പ്രിയപ്പെട്ട ആളുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു എത്തിച്ചേർന്നവരിൽ പോലും കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, അതുപോലെ മറ്റ് പാർട്ടി പ്രവർത്തകരുണ്ട്. അതാണ് ഇപ്പോൾ പാലക്കാട് എന്ന് പറയുന്നത് VSന്റെ തട്ടകമായിരുന്നു. മലമ്പുഴ, മാരാരിക്കുളം, അമ്പലപ്പുഴ, അങ്ങനെ ഈ തട്ടകങ്ങളിലെല്ലാം ഇവിടെ നിന്നെല്ലാമാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിച്ചേർന്നത്. എന്തായാലും പാലക്കാടിനെ സംബന്ധിച്ചും ഒക്കെ തന്നെ ഒരുപാട് ഓർമ്മകൾ VSനെ ചേർത്തിണക്കി നമുക്ക് പറഞ്ഞു പോകാനുണ്ട്. ചേട്ടാ, എവിടെയാണ്? കോഴിക്കോട് നിന്ന് വരികയാണ്. അതെ. എപ്പോ എത്തി? ഇവിടെ 4 മണിക്ക്. അപ്പം എങ്ങനെയാണ് VSനെ ഈ ഒരു സമയത്ത്? VS നമ്മളെ സമര പോരാട്ടങ്ങളെ സഖാവല്ലേ, അതന്നെ മതി. എല്ലാ സമരങ്ങളും ശരിക്കും നമ്മുടെ ഓർമ്മകളിൽ മരണമില്ല ആ മനുഷ്യനല്ലേ, അങ്ങനെ നിൽക്കും. ഈ സൂര്യൻ അസ്തമിക്കുന്നില്ല, ഞങ്ങളുടെ മനസ്സിലൂടെ ജ്വലിച്ചു തന്നെ നിൽക്കും. ഈ നാട് നിലനിൽക്കുന്ന കാലത്തോളം VSന്റെ ഓർമ്മ നിലനിൽക്കും. തന്നെയാണ്. കാസർഗോഡ് നിന്നാണ്, കയ്യൂരിന്റെ മണ്ണിൽ നിന്ന് വരുന്നവരാണ്. അന്നേരം സഖാവിന്റെ ഊർജ്ജസ്വലമായ പോരാട്ടങ്ങളും ഏറ്റവും കൂടുതൽ നാന്ദി കുറിക്കുന്നതും ശക്തി പകരുകയും ചെയ്ത ഒരു നാടാണ് ഞങ്ങളുടെ ചെറുപത്തൂരും അതുപോലെ തന്നെ കയ്യൂരും. ആ കയ്യൂരിന് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന നാടാണ് കൊടക്കാട്. അതുപോലെ പാർട്ടി CPIയും രൂപീകരിച്ച് പണ്ട് കൊടക്കാട്, കാസർഗോഡ് ജില്ലയിൽ കൊടക്കാട് ആ ഭാഗങ്ങളൊക്കെ ചേർന്ന ഒരു പ്രദേശമാണ്. സഖാവിന്റെ ഊർജ്ജസ്വലമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കാനാണ് ഞങ്ങൾ എത്തിയത്. ഒരു നോക്ക് അവസാനമായി കാണുന്നതിനും വേണ്ടിയിട്ട് മായ ജീവിതം സഖാവിന്റെ അത് ഞങ്ങൾക്ക് ഉത്തേജനം എന്നും നൽകിയിട്ടുണ്ട്. അത് എന്നും ഞങ്ങൾ സ്മരിച്ചുകൊണ്ടേയിരിക്കും. ഇന്നലെ എത്തി. ഇന്ന് രാവിലെ മാവേലിക്ക് ഞങ്ങൾ എത്തി. സംസ്കാര ചടങ്ങ് കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ കാസർഗോഡ് നിന്നും ഒപ്പം തന്നെ കോഴിക്കോട് നിന്നും മലബാർ മേഖലയിൽ നിന്നും നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. കയ്യൂരിൽ നിന്നെത്തിയ, കാസർഗോഡ് നിന്നെത്തിയ ചില പ്രവർത്തകരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ ഒരു നീണ്ട നിരയിൽ തന്നെ VSനെ കാണാനായി കാത്തു നിൽക്കുന്നത് എന്നുള്ളതും കൂടിയുണ്ട്. ഒപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഒരു പ്രായഭേദമന്യേ നിരവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ചെറുപ്പക്കാരടക്കം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിരവധി പേർ എത്തുന്നു. എവിടുന്ന
ഞാൻ കോഴിക്കോട് നിന്ന്. കോഴിക്കോട് നിന്നാണ്. അപ്പം ഇപ്പോൾ എത്തി? രാവിലെ എത്തി. എങ്ങനെയാ VS-ന്? VS-ന് നല്ല ഓർമ്മ തന്നെ. അപ്പം ഇവിടെ കോഴിക്കോട് തന്നെ. അപ്പം ഈ ഒരു VS രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തൊക്കെ ചെറുതായിരുന്നു, ചെറിയൊരു ഓർമ്മകളൊക്കെ തന്നെയുള്ളൂ. പക്ഷേ VS എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വന്നൊന്ന് കാണണം എന്നുള്ളൊരു ചിന്തയിലേക്കൊക്കെ എത്തിയത്? പുസ്തകങ്ങൾ വായിച്ചു, അപ്പോൾ അതിന് ഭാഗമായിട്ട് കാണാൻ വന്ന. ആത്മകഥ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം നിരവധി പുസ്തകങ്ങളടക്കം VS അച്യുതാനന്ദൻ എന്ന ആ ഒരു നേതാവ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് സമരം തന്നെയാണ് ജീവിതം, സമരം തന്നെ ജീവിതം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര്. ഒപ്പം തന്നെ നിരവധി പുസ്തകങ്ങൾ വനിതകൾക്ക് വേണ്ടി അല്ലെങ്കിൽ വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇരകൾക്കൊപ്പമാണ് VS അച്യുതാനന്ദൻ എന്നും നിന്നിട്ടുള്ളത്. ഇടപെടലുകൾക്ക് അവസാനമില്ലായിരുന്നു ആ ഒരു മനുഷ്യന്. സമരങ്ങൾക്ക് ഇടവേളകൾ നൽകിയിട്ടില്ല VS അച്യുതാനന്ദൻ എന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഓരോന്നും വായിച്ചാൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വായിച്ചാൽ നമുക്കത് പല ഘട്ടത്തിലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ചേട്ടാ എവിടുന്ന? ഞങ്ങൾ പാലക്കാട് നിന്ന്. എപ്പോൾ എത്തി? ഞങ്ങൾ കൊല്ലത്തെത്തി. എങ്ങനെ ഓർക്കുന്നു VS-നെ? മറക്കാൻ പറ്റില്ല വിപ്ലവകാരൻ. കാരണം ജനങ്ങൾക്ക് വേണ്ടി ഈ മണ്ണിന്